തങ്ങളുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ, അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചാലും അവരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു അന്തിമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. അതിനാൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ വിരുദ്ധത കാണിക്കുന്നവർ, ഇസ്രായേലികൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർ, ഹമാസ് അനുകൂല പ്രകടനം നടത്തുന്നവർ, അവരുടെയൊക്കെ നെഞ്ചെടുപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും. ഈ ഒരു ഇസ്രായേലിൻ്റെ നിലപാട് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? മാത്രമല്ല, ഈ ലോക ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ളൊരു യഹൂദ വിരുദ്ധത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങ് കൊച്ചു കേരളത്തിൽ വരെ. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ? അതിനെ എങ്ങനെയായിരിക്കും ഇസ്രായേൽ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക? എന്തുകൊണ്ട് വലിയ രീതിയിൽ ഒരു ഇസ്രായേൽ വിരുദ്ധത, അതിനേക്കാൾ ഉപരി ഒരു ജൂത വിരുദ്ധത ലോകത്ത് ശക്തമായിക്കൊണ്ടിരിക്കുന്നു? മാത്രമല്ല, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം ഏത് ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അവിടെ ഒരു അന്തിമ വിജയത്തിലേക്ക് ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജിയനോടൊപ്പമുള്ളത് റോബിൻ അരുൺ. നമ്മൾ ഇന്നത്തെ ഒരു നിലപാട് പ്രോഗ്രാമിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. പലപ്പോഴും പലർക്കും തോന്നുന്നത് എന്തുകൊണ്ട് നമ്മൾ നിലപാട് പ്രോഗ്രാമിൽ പലപ്പോഴും ഈ ഇസ്രായേൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സംഭവവികാസങ്ങൾ എന്നോട് കൂടെ ചർച്ചയാക്കുന്നു എന്നൊരു സംശയം പലർക്കും തോന്നുന്നു. അതിന് ഉത്തരം ഇതാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ലോകത്തിന് നേർക്കുള്ള ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് എവർക്കും അറിയാവുന്നതുപോലെ ഇസ്ലാമിക ഭീകരവാദമാണ്, ഇസ്ലാമിക ടെററിസമാണ്. അതിനെതിരെ അതിശക്തമായിട്ട് നിലകൊള്ളുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഒന്ന് നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യയും. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ എല്ലാ വെല്ലുവിളികളും അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും നേരിട്ടിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇന്ത്യയും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇസ്രായേലാണ് അതിശക്തമായിട്ടൊരു ഡയറക്റ്റ് ഫൈറ്റിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2023 മുതൽ കുറേ കൂടി ഡയറക്റ്റ് ഫൈറ്റിലേക്ക് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഇസ്രായേൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു സമയത്ത് ഇസ്രായേലിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ അത് ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകരവാദം വ്യാപിക്കുവാൻ അത് കാരണമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണ ലോകരാജ്യങ്ങൾ കൊടുക്കണം എന്നൊരു പോയിന്റ് നമ്മൾ കൂടെ ആവർത്തിച്ച് പറയുന്നത്. നമ്മളിന്നത് അതിൻ്റെ മറ്റൊരു ആംഗിളാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതായത്, ഈ ഒരു അടുത്ത നാളുകളിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ യഹൂദ വിരുദ്ധത. പലപ്പോഴും നമുക്ക് ഈ യൂറോപ്പിലേക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളുടെ വലിയൊരു പ്രവാഹം ഉണ്ടായപ്പോൾ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തൊരു സംഗതിയാണ് ഇസ്ലാമോഫോബിയ. അതായത് ഒരു ഇസ്ലാം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികൾക്ക് നേരെയുള്ള ഒരു വിദ്വേഷ പ്രചരണം ലോകത്തിൽ ശക്തി പ്രാപിക്കുന്നു എന്ന രീതിയിലുള്ള വലിയൊരു പ്രൊപ്പഗണ്ട നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് ശരിക്കും അതൊരു ഗ്രൗണ്ട് ലെവലിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രചരണങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് യഹൂദരാണ്. യഹൂദരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അത്രയും പോലും ജനസംഖ്യ ഇല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് കേരളത്തിന് അത്രയും പോലും വലിപ്പമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇസ്രായേൽ ഇത്രമാത്രം ആക്രമിക്കപ്പെടുന്നു? ഞാൻ ഒരു കണക്ക് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു കണക്കാണ്. ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുത്തൊരു കണക്കാണ്. അതിനകത്ത് ഒരു ബ്രിട്ടൻ കേന്ദ്രീകരിച്ചാണ്, പക്ഷേ അതിൻ്റെ ഒരു സാമ്പിളായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ സാധിക്കും. അതായത്, ബ്രിട്ടനിലെ ഏകദേശം 45% ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, പാലസ്തീനികളെ ഇസ്രായേൽ ട്രീറ്റ് ചെയ്യുന്നത് നാസികൾ എങ്ങനെയാണോ ഇസ്രായേലിനെ ട്രീറ്റ് ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ പാലസ്തീനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന ഒരു മിഥ്യാധാരണ ബ്രിട്ടനിലെ 45% ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. 60% യങ്ങായിട്ടുള്ള ആളുകളും ഈ ഒരു പ്രൊപ്പഗണ്ട വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യാജ പ്രൊപ്പഗണ്ടയ്ക്ക് വിധേയമാകുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇസ്ലാമിക മത തീവ്രവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവർ പടച്ചുവിടുന്ന ഒരു തന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ അരുണിലേക്ക് വരുമ്പോൾ നമ്മളിന്ന് ഇതൊരു ചർച്ചയ്ക്ക് എടുക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്, കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്തയുണ്ട്. 2023 ഒക്ടോബർ 23 ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേലിൽ കയറി ആക്രമിച്ച ഒരു മഹമ്മൂദ് അഫാന എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ വലിയ രീതിയിലൊരു വീരവാദം മുഴക്കുന്നുണ്ട്. വലിയ അഭിമാനത്തോടു കൂടി ഒക്ടോബർ 7 ഇസ്രായേൽ
ഇസ്രായേലിൽ നിന്നും ഗാസയിലെ സ്വന്തം ഭവനത്തിലെ സ്വന്തം ഉപ്പയോട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ 10 ഇസ്രായേൽക്കാരെ എൻ്റെ സ്വന്തം കൈകൊണ്ട് കൊന്നു എന്ന് വലിയ രീതിയിലുള്ള ഒരു വീരവാദം, വലിയൊരു അഭിമാനത്തെ, എന്തോ നോബൽ സമ്മാനം കിട്ടിയ പോലെയാണ് ആ പറയുന്ന വ്യക്തി, ആ ഭീകരൻ വിളിച്ചു പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഈ പറയുന്ന മകൻ ഇങ്ങനെ 10 പേരെ കൊലപാതകം ചെയ്തു, 10 പേരെ കൊന്നു എന്ന് വിളിച്ചു പറയുമ്പം അപ്പൻ അതിനേക്കാളും വലിയ അഭിമാനമാണ്. അപ്പോൾ പിന്നെ ആ കുടുംബത്തെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരെ നയിക്കുന്നത് എന്ന് പറയുന്നത് തീവ്രവാദ ചിന്തകളാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇനി പറയുന്ന ഈ മഹ്മൂദ് അഫാനയ്ക്ക് ഇനി അഭിമാനിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വീരവാദം മുഴക്കാൻ ഈ മഹ്മൂദ് അഫാന ഭൂമിയിലില്ല. കാരണം ഇസ്രായേൽ ആ മനുഷ്യനെ തീർത്ത് കളഞ്ഞിരിക്കുന്നു. അതായത് ഇസ്രായേലിനെതിരെ കൈ ഉയർത്തുന്നവരെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ അല്ലെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഇസ്രായേൽ തീർത്തിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് പറയുമ്പോൾ നമുക്ക് കേരളത്തിലെ ചിലർക്കൊക്കെ നെഞ്ചിടിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇസ്രായേലിനെതിരെ തെറി വിളിക്കുന്നവരും ചീത്ത പറയുന്നവരും ഒക്കെ കേരളത്തിൽ വളരെയധികം ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ മഹ്മൂദ് അഫാനയിലെ ആ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അരുൺ, അതൊരു പ്രതീകമല്ലേ? എത്രത്തോളം ഒരു ജൂത വിരോധം ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക തീവ്രവാദം ഈ ലോകത്തിലേക്ക് കുത്തിവെച്ചിട്ടുണ്ട് എന്നതിൻ്റെ വലിയൊരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയല്ലേ അത്? ജോർജ്, ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു ഗാസയുടെ ഒരു നേർചിത്രമാണ്. ഗാസയിലെ ഒരു കുടുംബം എങ്ങനെയായിരിക്കും എന്ന് പഠിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മെഹ്മൂദ് അഫാനയുടെ കുടുംബം. മെഹ്മൂദ് അഫാന ഫോൺ വിളിക്കുന്ന ആ ഫോൺ കോൾ വളരെ വൈറലാണ്. ഒരു 38 വയസ്സുകാരിയായ ഒരു ഇസ്രായേൽക്കാരിയും അവളുടെ ഭർത്താവിനെയും അതോടൊപ്പം തന്നെ ഒരു 10ഓളം ജൂതന്മാരെയും കൊന്നതിന് ശേഷമാണ് ഈ ഫോൺ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഫോൺ കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വാട്സാപ്പിലൂടെ ഈ ദൃശ്യങ്ങൾ മുഴുവൻ, അതായത് അവൻ്റെ വീരപ്രവർത്തികളുടെ ദൃശ്യങ്ങൾ മുഴുവൻ അവൻ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് അയച്ചിട്ടാണ് അപ്പനെ വിളിക്കുന്നത്. അമ്മയാണ് ഫോൺ എടുക്കുന്നത്. കൂടെ സഹോദരനുണ്ട്. ഇവർ 3 പേരാണ്. അതായത് ഒരു കുടുംബമാണ്. ഇവൻ ഇപ്പുറത്ത് നിൽക്കുന്നു. മെഫാൽസിം എന്ന് പറയുന്ന കിബുർസിൽ നിന്നാണ്, അതായത് ഗാസയുടെ തൊട്ട് തന്നെയുള്ള ഇസ്രായേൽ പ്രദേശത്ത് നിന്നാണ് ഇവൻ വിളിക്കുന്നത്. ഈ സ്ഥലം ഈ വീട്ടുകാർക്കും പരിചിതമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്ഥലം പറയുമ്പോൾ തന്നെ വീട്ടുകാർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവൻ അവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് ഈ കിബുർസിൽ ചെന്നിട്ട് ഇവനാണ് ആദ്യം അവിടെ ചെന്നത് എന്നാണ് ഇവൻ വീരവാദം മുഴക്കുന്നത്. അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ അമ്മയുടെ പ്രതികരണം വരികയാണ്, അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ, നീ സുരക്ഷിതമായിട്ട് തിരിച്ചു വരട്ടെ. ഇങ്ങനെ അമ്മയുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട്, അതാണ് ആദ്യം കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ 10 ജൂതന്മാരുടെ രക്തമുണ്ട്. അപ്പോഴേക്കും സഹോദരന് വീണ്ടും ആകാംക്ഷയായി. ഇപ്പുറത്ത് നിൽക്കുന്ന സഹോദരന് ആകാംക്ഷയായി, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാണ്. അപ്പോൾ കൃത്യമായിട്ട് പറയാണ്, 10 ജൂതന്മാരെ കൊന്നിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വാട്സാപ്പ് തുറക്കൂ, ഞാൻ ഈ ദൃശ്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വിളിക്കുന്നത് ഞാൻ തന്നെ കൊന്ന ഒരു ജൂത സ്ത്രീയുടെ ഫോണിൽ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ആ രംഗം ഒന്ന് നമ്മുടെ മനസ്സിൽ കാണണം. ആ രംഗം മനസ്സിൽ കാണുമ്പോൾ ആ കോളിൻ്റെ ഇടയിൽ എപ്പോഴും നമുക്ക് കേൾക്കുന്ന ഒരു പദമുണ്ട്, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഇത് ഈ ഫോൺ കോളിലൂടെ നീളം നമുക്ക് കേൾക്കാൻ കഴിയും. 2, ഈ അപ്പൻ ഏറ്റവും അവസാനം അപ്പനിങ്ങനെ വിതുമ്പി കരയാണ്. അതായത് മകൻ ചെയ്ത ആ ഒരു ധീരകൃത്യത്തെ കുറിച്ചിട്ട് അപ്പയുടെ മകൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പയുടെ മകൻ 10 ജൂതന്മാരെ കൊന്നു, ഇത് പറഞ്ഞിട്ടാണ് അവൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു സന്തോഷമാണ്. അതായത് ജൂതന്മാരെ അവിടെ കൊന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബത്തിനുണ്ടായ ഒരു സന്തോഷവും ഇവനുള്ളൊരു വീരപരിവേഷവും ഇത് ആ കുടുംബം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു ഫോൺ കോളായിരുന്നു. ഇതാണ് ഒരു സാധാരണ ഒരു ഗാസൻ കുടുംബം അവരുടെ മനസ്സിലുള്ളത്. ഇവിടെ ജോർജ് പറഞ്ഞ ജൂതവിരുദ്ധതയിലാണല്ലോ തുടങ്ങിയത്. ഇവിടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അതിന് ആ ഭൂതലത്തിൽ നിൽക്കാൻ അവകാശമില്ല, അവർ പാലസ്തീൻകാരെ ചവിട്ടിമെതിക്കുന്നു, ഗാസയിൽ മുഴുവൻ എല്ലാ കാര്യങ്ങളും അവരെ ചെയ്യുന്നത്. പക്ഷേ ഇവൻ്റെ ഒരു വാക്കിൽ പോലും ഇസ്രായേൽ എന്നൊരു പദമില്ല. ഇവൻ്റെ വാക്കിൽ മുഴുവനുള്ളത് ജൂതൻ എന്നൊരു വാക്ക് മാത്രമാണ്. ഇവൻ പറയുന്നത് ജൂതസ്ത്രീയെക്കുറിച്ചും 10 ജൂതന്മാരെ കൊന്ന കാര്യത്തെക്കുറിച്ചും മാത്രമാണ് ഇവൻ പറയുന്നത്. എന്തുകൊണ്ട് ഇവൻ ഇസ്രായേലിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? ഇവിടെ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ചിലരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയൊരു പ്രഖ്യാപനമൊക്കെ നടത്തി. വിചാരണ കൂടാതെ നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണം എന്ന് വലിയ സ്വരത്തിൽ പ്രഖ്യാപിച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. പക്ഷേ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, വേറെ എവിടെയും നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ കേട്ടിട്ടില്ല. വേറെ എവിടെയും ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കണമെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. എല്ലായിടത്തും ഒരുപോലെ പറയുന്നത് ജൂതവിരുദ്ധതയാണ്. എന്തുകൊണ്ടാണ് ഈ ജൂതവിരുദ്ധത? എവിടെയാണ് ഇവരുടെ ഉള്ളിലുള്ള ആശയം കിടക്കുന്നത്? അവിടെയാണ് അപകടം കിടക്കുന്നത്. ഈ ആശയത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെതന്യാഹു ഈ മെഹ്മൂദ് അഫാനയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രസ്താവന അവരുടെ പാർലമെൻറ്റിൽ അദ്ദേഹം ഇറക്കിയിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ആദ്യം പറയുന്നത്, ഈ 10 ജൂതന്മാരെ കൊന്നു എന്ന് വീമ്പിളക്കിയ അവൻ്റെ കുടുംബത്തെ ഞങ്ങൾ വിളിച്ച് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. അതായത് അന്ന് ഈ ജൂതന്മാരുടെ മരണത്തിൽ സന്തോഷിച്ചിരുന്ന അവൻ്റെ ഉപ്പയെയും ഉമ്മയെയും സഹോദരനെയും എല്ലാം ഇസ്രായേൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മകനെ ഞങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്.
രണ്ട്, നെതന്യാഹു പറയുന്ന വാക്കാണ്, ഇത് എല്ലാവർക്കുള്ള സന്ദേശമാണ്, ഞങ്ങൾ എല്ലാവരിലേക്കും എത്തും എന്നതിൻ്റെ സന്ദേശമാണ്. ഇതാണ് ഇവരെല്ലാവരും പേടിപ്പിക്കുന്നത്. അതായത് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും. നെതന്യാഹു പറഞ്ഞാൽ എന്നല്ല, അതിനു മുമ്പ് തന്നെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 1960 ജൂത കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഐക്മാനെ അർജൻറ്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ പോയിട്ട് അവിടെ നിന്ന് ആരും അറിയാതെ പിടിച്ചുകൊണ്ടെന്ന് കൊന്ന ചരിത്രം ഇസ്രായേലിനുണ്ട്. അതുപോലെ തന്നെ മ്യൂണിക് ഒളിമ്പിക്സിൽ ജൂതന്മാരെ കൊന്നവരെ വർഷങ്ങൾ നീണ്ട ഹണ്ടിങ്ങിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. പിന്നെ നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഹസൻ നസ്രുള്ളനെ കൊല്ലുമ്പോൾ എല്ലാം വളരെ കൃത്യമായ പ്ലാനിങ് ആണ്. ഇവിടെ എല്ലായിടത്തും അവിടെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഒരു കമാൻഡർ, ഹിസ്ബുള്ളയുടെ ഹസൻ നസ്രുള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കമാൻഡർ ഇസ്രായേലിൻ്റെ ചാരനായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ്റെ 20ഓളം ആണവശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കി. ഈ 20ഓളം ആണവശാസ്ത്രജ്ഞന്മാരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഇസ്രായേലിൻ്റെ ചാരനായിരുന്നു. അപ്പോൾ ഇസ്രായേൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഈ നെതന്യാഹു പറഞ്ഞ വാക്ക് വളരെ കൃത്യമാണ്, അതെല്ലാവർക്കും അറിയാം. അത് ഇസ്രായേലിൻ്റെ ഒരു പ്രധാനമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ചെയ്തിരിക്കും. ഞങ്ങൾ എല്ലാവരിലേക്കും എത്തും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അതിങ്ങ് കൊച്ചു കേരളത്തിൽ കളിച്ചാൽ പോലും ഒരു പക്ഷേ എത്തിയേക്കാം എന്ന് തന്നെയാണ് അതിൻ്റെ സൂചന. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിനെതിരെ ചീത്ത പറയുന്നതിലൊന്നും കരുതിയിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ആ ഒരു ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. ഞാൻ റോബിനിലേക്ക് വരികയാണ്. നമുക്കറിയാം റോബിൻ, നമുക്ക് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു പോരാട്ടം അത് എനിക്കൊന്നൊരു അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സൂചനകളാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ട്രംപ് തന്നെ ഹമാസിനൊരു വലിയ രീതിയിലുള്ള അവസാന അന്ത്യശാസനം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അവർ നടത്തുന്ന പോരാട്ടം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെയാണ്. ഇനി എങ്ങോട്ടാണ് അവിടുത്തെ ഒരു പോക്ക് റോബിൻ്റെ ഒരു നിരീക്ഷണത്തിൽ? ഒരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ യുദ്ധം അവസാനിക്കും എന്ന് ഗാസയിൽ പലപ്പോഴും പറയാറുണ്ട് എങ്കിലും ഇസ്രായേൽ ഒരിക്കലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത്രയും കാലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത എന്ന് പറയുന്നത്. കാരണം ഇസ്രായേൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന്, ഹമാസിൻ്റെ സമ്പൂർണ്ണമായ നിരായുധീകരണം. രണ്ട്, ഹമാസിനെയും അതിനപ്പുറത്ത് പലസ്തീൻ അതോറിറ്റിയും അല്ലാത്ത ഒരു സിവിലിയൻ ഗവൺമെൻറ് ഗാസയിൽ വരണം. മൂന്ന്, ഈ ഗാസയിലുള്ള അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഇനി മുതൽ ഇസ്രായേലായിരിക്കും അവിടെ നടപ്പിലാക്കുക എന്നുള്ളത്. ഇത്രയും ഇങ്ങനെയുള്ള കുറച്ച് ഡിമാൻഡുകളാണ് ഇസ്രായേൽ മുന്നിൽ വെക്കുന്നത്. പക്ഷേ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹമാസ് എന്തുകൊണ്ട് ഇസ്രായേൽ അത് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ ഹമാസ് ആദ്യം തന്നെ ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്തുമ്പോൾ ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ ചരിത്രങ്ങളെല്ലാം ഇവർക്ക് അറിയാം. ഇവർ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുന്നതാണ് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുന്നുള്ളത്. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ ആക്രമിച്ച് ഇവർ കൊന്നുകളഞ്ഞത് ആളുകളെ കുറേ പേരെ കൊന്നുകളഞ്ഞു കുറേ പേരെ പിടിച്ചുകൊണ്ട് വന്നു. അവർക്കറിയാം ഇത് വെച്ച് കൃത്യമായിട്ട് ഇസ്രായേലിനെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവർ ടാക്കിൾ ചെയ്തത് അതുപോലെ തന്നെ ഇസ്രായേലിന് ഇപ്രാവശ്യം അത് ചെയ്യാമെന്ന്. എന്ന് വെച്ചാൽ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഉറപ്പായിട്ടും ഇവരെ ആക്രമിക്കും. ബന്ദികളെ മാറ്റി നിർത്തിച്ച് ബന്ദികൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ഇസ്രായേൽ ഇവരെ ആക്രമിക്കുമെന്ന് അവർക്കറിയാം. ഇസ്രായേൽ ആക്രമിച്ച് കുറേ കഴിയുമ്പോൾ അവർ അതിനുള്ള സംവിധാനങ്ങൾ, ടണലുകളെല്ലാം അതിനുള്ള കൃത്യമായ സംവിധാനം. എന്ന് വെച്ചാൽ ഇസ്രായേൽ സൈന്യം ഇങ്ങോട്ട് വരുന്നു, ഇസ്രായേൽ സൈന്യത്തെ കൃത്യമായി ട്രാപ്പ് ചെയ്യുക, ഗാസയിൽ കൃത്യമായി ട്രാപ്പ് ചെയ്യുക, മാക്സിമം ഇസ്രായേൽ സൈന്യത്തെ നിർവീര്യമാക്കുക എന്നുള്ളതെല്ലാം അവർ കൃത്യമായ പ്ലാൻ. അവർക്കറിയാം ഇതെല്ലാം. കാരണം ഇത്രയും ആളുകളെ കൊന്നൊടുക്കി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ ഗാസയിൽ 23 ലക്ഷത്തോളം ആളുകളാണുള്ളത്. എങ്ങനെയും മനുഷ്യന്മാരെ, അവിടെയുള്ള സാധാരണക്കാരെ കൊല്ലാതെ ഇസ്രായേലിന് ഹമാസിൻ്റെ തീവ്രവാദികളെ പിടിക്കാൻ കഴിയില്ല. നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആശുപത്രികളുടെ ഇടയിൽ, സ്കൂളുകളുടെ ഇടയിൽ എല്ലായിടത്തും ബങ്കറുകളല്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടറിയാം ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കും. ഇസ്രായേൽ ആക്രമിച്ച് കഴിയുമ്പോൾ വെടിനിർത്തൽ നടപ്പിലാക്കാം ബന്ദികളെ വെച്ച്. എന്നാലും മുഴുവൻ ബന്ദികളെ വിട്ടുകൊടുക്കില്ല. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇസ്രായേലിന് കൃത്യമായി പ്രഷർ ചെയ്യാൻ. കാരണം നമുക്കറിയാം ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ റാലികൾ നടക്കുന്നുണ്ട്, യുദ്ധത്തിനെതിരെയുള്ള റാലികൾ. കാരണം അവരുടെ ആവശ്യം ഓൾറെഡി ഇസ്രായേൽക്കാർക്ക് ഹമാസിനെ തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ബന്ദികളും അവരുടെ ഒരു പ്രയോറിറ്റിയാണ് എന്നുള്ളത് കൊണ്ട് സാധാരണക്കാർ അവിടെ വളരെ വലിയ റാലികളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് കൃത്യമായി പറഞ്ഞേക്കുകയാണ്, ഞങ്ങൾ ഓരോ ഹമാസിൻ്റെ ആളുകളെയും അവസാനത്തെ ആളുകളെയും തീർത്തതിന് മാത്രമേ ഞങ്ങൾ പിന്തിരിയുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നുണ്ട് നിങ്ങൾ ബന്ദികളെ മൊത്തത്തിൽ മോചിപ്പിക്കുക, എല്ലാ ബന്ദികളെയും. ഇപ്പോൾ ഏകദേശം 10-50 മുകളിൽ ആളുകളുള്ളതിലുള്ള 20 പേര് ജീവിച്ചിരിപ്പുണ്ട്, ബാക്കിയുള്ളവർ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള ബന്ദികളെ മുഴുവൻ നിങ്ങൾ മോചിപ്പിക്കുക, അതിനുശേഷം നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കാമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. അല്ലാതെ ഇപ്പം ഹമാസ് കാണിച്ച പോലെ ഷോ കാണിച്ച് ഇപ്പോൾ ഇനി ബന്ദികളെ മോചിപ്പിക്കുന്ന പരിപാടിയിലേക്കൊന്നും ഇസ്രായേൽ പോകുന്നില്ല എന്നുള്ള കൃത്യമായ മെസ്സേജാണ് ഇസ്രായേൽ കൊടുക്കുന്നത്. അപ്പോൾ
ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവർ കൃത്യമായിട്ട് ടണലുകൾ ഉണ്ടാക്കി ഇസ്രായേലിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവരുദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ 60,000-ത്തിന് മുകളിൽ ആളുകൾ മരിച്ചപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പ്രഷറുകൾ ഉണ്ടാകുന്നു. അതിനുശേഷം ആ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഹമാസ് ജയിക്കുന്നു. ഹമാസിൻ്റെ വീരകൃത്യം എല്ലാവരും പുകഴ്ത്തുന്നു. ഹമാസ് ഒരു വലിയ സംഭവമാകുന്നു. പലസ്തീൻ്റെ സ്റ്റേറ്റ് ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇവർ മനസ്സിലാക്കാത്ത ഒരു സംഗതി, അമേരിക്കയും ഇവരുടെ കൂടെ നിൽക്കും എന്ന് വെച്ചാൽ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ ഈ സമ്പത്തും അവരുടെ സ്വാധീനവും എല്ലാം കൊണ്ട് അമേരിക്കയും ഈ ഇത്രയും ആളുകൾ മരിച്ചു കഴിയും അമേരിക്കയും കൂടെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഇവർ ധരിച്ചു വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപ് തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ട്, അമേരിക്കൻ കോൺഗ്രസ് ഇവരുടെ നിയന്ത്രണത്തിലാണ്, ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണെന്ന് ട്രംപ് തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഏതർത്ഥത്തിലും എങ്ങനെ പോയാലും ഏതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങൾ പ്രഷർ ചെയ്തിട്ടുണ്ടെങ്കിലും അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. കാരണം അങ്ങനെ നിൽക്കാതെ തരമില്ലാത്ത അവസ്ഥ തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ കൂടെ തന്നെ. കാരണം പല രാജ്യങ്ങളും ഒരു പരിധി വിട്ട് ഇസ്രായേലിനെ വിമർശിക്കാത്തതിൻ്റെ കാരണം ഈ രാജ്യങ്ങളിലെല്ലാം ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ഇസ്ലാമിക തീവ്രവാദികൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും ഇവർക്കെല്ലാം വളരെ കൃത്യമായിട്ട് ഇന്നറിയാം. ഇസ്രായേലിനെ വിമർശിച്ച് നാളെ ഇവരുടെ രാജ്യത്ത് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പുമില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എവിഡൻ്റ് ആണ് ഇസ്രായേൽ വളരെ വലിയ സപ്പോർട്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഈ രാജ്യങ്ങളൊന്നും ഒരു പരിധി വിട്ട് ഇസ്രായേലിനെ എതിർക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ ഇന്ന് യുദ്ധം അവസാനിക്കും നാളെ അവസാനിക്കും എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഗാസ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാകും. ഇപ്പോൾ പലസ്തീൻ്റെ നമുക്കറിയാം, പലസ്തീൻ്റെ അവിടുത്തെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ ഗാസയുടെ നിയന്ത്രണവും ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വരികയാണ്. അതിനപ്പുറത്തുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചകളും ഒരു ഒത്തുതീർപ്പും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ റോബിൻ പറഞ്ഞു നിർത്തി, യൂറോപ്യൻ രാജ്യങ്ങൾ പലപ്പോഴും എന്തുകൊണ്ട് ഇസ്രായേലിനെ ഒത്തിരി അങ്ങ് തള്ളി പറയുന്നില്ല എന്നതിൻ്റെ ഒരു കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വളച്ചുകെട്ടാതെ പ്രോഗ്രാമിൽ നമ്മുടെ ജോസ് ജോൺ മല്ലികശ്ശേരി സാറ് പറഞ്ഞൊരു പോയിൻ്റുണ്ട്. ഈ മൊസാദ്, ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പിന്തുണ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വലിയൊരു സപ്പോർട്ടാണ്. അത് ഈ മൊസാദിനെ വിറ്റിട്ടാണ് പലപ്പോഴും ഇസ്രായേൽ ഇത്തരത്തിലുള്ള പിന്തുണ നേടുന്നത് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിശയോക്തിയില്ല. കാരണം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് സപ്പോർട്ട് ഈ മൊസാദ് ഇത്തരം രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ ജൂതവിരുദ്ധത അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം ജൂതന്മാർക്കെതിരെ നടത്തുന്ന ആ ഒരു ആക്രമണം, അത് ഇവരുടെ ലക്ഷ്യത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. നമുക്കറിയാം, ഈ ജൂതരെ തീർത്ത് കഴിയുമ്പോൾ ഇവർ അടുത്തത് ടാർഗറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യാനികളെയാണ്. ക്രിസ്ത്യാനികളെ തീർത്ത് കഴിയുമ്പോൾ അടുത്തത് ടാർഗറ്റ് ചെയ്യുന്നത് ഹൈന്ദവരെയാണ്. അതൊന്നും ഈ പാലസ്തീൻ്റെ പേര് പറഞ്ഞ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരുടെ തലയ്ക്കകത്ത് കയറത്തില്ല. അവരുടെ വീട്ടിലേക്ക് ഈ പറയുന്ന ആക്രമണവുമായിട്ട് ഈ കൂട്ടർ വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇവർക്ക് ബോധം വെക്കത്തുള്ളൂ. അതാണ് മറ്റൊരു വാസ്തവം. അപ്പോൾ ഈ ജൂതർക്കെതിരെ ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ആ ഒരു ആക്രമണം അത് ഇന്നല്ലെങ്കിൽ നാളെ ക്രിസ്ത്യാനികളെ തേടി വരും, ഹൈന്ദവരെ തേടി വരും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ജോർജ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. ഇവർ അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാക്ക് പ്രയോഗങ്ങളും കൂടി ഉണ്ട്. അതും കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നതാണ്. അതായത് ജൂതൻ, ഒരുപക്ഷെ ഹമാസുകാർ ഇപ്പോൾ പറഞ്ഞ അഫാനിയൊക്കെ പറയും ജൂതനെ കൊന്നു എന്ന് പറയും. പക്ഷേ ഇത് മറ്റു ലോക രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഇവർ ഉപയോഗിക്കുന്ന, തന്ത്രപൂർവ്വം ഇവർ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, സയനിസ്റ്റ്. സയനിസ്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവർ ജൂതനെ മറ്റു സമൂഹങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് സയനിസ്റ്റ്. ക്രിസ്ത്യാനികളെ മറ്റു സമൂഹങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ക്രൂസൈഡേഴ്സ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഗാസയുടെ വിഷയത്തിൽ തന്നെയാണെങ്കിൽ ഈ ബന്ദികളെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എന്നെ തീരേണ്ട യുദ്ധമാണ്. ഇപ്പോൾ ഗാസ സിറ്റിയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നെതന്യാഹു പറയുന്ന വാക്കുണ്ട്, അതായത് അവിടെ നിന്നുള്ളവരെ പുറത്താക്കാൻ എളുപ്പമല്ല. കാരണം നേരത്തെ പറഞ്ഞ അഫാനയുടെ കുടുംബം പോലെയുള്ള ആൾക്കാരാണ് അവിടെയുള്ളത്. അപ്പോൾ എങ്കിൽ പോലും അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ ഗാസക്കാരുണ്ട്. ഏകദേശം 100,000-ഓളം പേര് ഗാസ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഹമാസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഗാസ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരെ, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ അവരുടെ കാലിലേക്ക് ആദ്യം വെടിവെക്കും. കാലിലേക്ക് വെടിവെച്ച് അവരെ അവിടെ തന്നെ നിർത്താൻ ശ്രമിക്കുകയാണ്. അതിന് അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അവർ തലയ്ക്ക് വെടിവെച്ച് അവരെ കൊല്ലുന്നുണ്ട്. ഇത്രയും ക്രൂരത ഹമാസ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബന്ദികളെ കിട്ടിയാൽ ഇസ്രായേൽ അവരുടെ യുദ്ധം നിർത്തും. പക്ഷേ ഇപ്പോൾ നെതന്യാഹു പറഞ്ഞ വാക്കുകൾ വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെയും അദ്ദേഹം ആ വാക്ക് റിപ്പീറ്റ് ചെയ്തു. ഗാസയെ ഹമാസ് വിമുക്തമാക്കും. ഹമാസിനെ പോലെയുള്ള ഒരാൾക്കും ഗാസയെ ഭരിക്കാൻ ഇനി ഒരു അവസരമില്ല. അതായത് ഇസ്രായേലിന് ഗാസ ഇപ്പോഴൊരു സുരക്ഷിത കേന്ദ്രമായിരിക്കും. ഹമാസിൻ്റെ പിടിയിലുള്ള ഗാസയിലുള്ള എല്ലാ ബന്ദികളെയും ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ആ കാര്യത്തിൽ നെതന്യാഹുവിന് ഒരു ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റില്ല. അതുപോലെയുള്ള ഒരു യുദ്ധത്തിലേക്കാണ് പ്രവേശിക്കാൻ വന്നത്. പക്ഷേ ഇത്തവണ അവർ ബന്ദികൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കില്ല. ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരി ആത്യന്തികമായി ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്.
ജൂത വിരുദ്ധത തലയ്ക്ക് പിടിച്ച മത തീവ്രവാദം മൂലം ജൂത വിരുദ്ധത തലയ്ക്ക് പിടിച്ച ഇസ്ലാമിക തീവ്രവാദികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടത്തിൽ തന്നെയാണ് ഇസ്രായേൽ. ഓർക്കുക, ഇവരുടെ ആദ്യത്തെ ശത്രുക്കൾ ജൂതരാണെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക തീവ്രവാദികൾ പിന്നീട് തിരിയുക ക്രൈസ്തവർക്ക് നേരെയാണ്, ഹൈന്ദവർക്ക് നേരെയാണ്, അവരുടെ കണ്ണിൽ അവിശ്വാസികളായവർക്ക് നേരെയാണ്. അതിനാൽ തന്നെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത്, ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത്, അത് ലോകത്തിന് വേണ്ടി, മതേതര സമൂഹത്തിന് വേണ്ടി, എല്ലാ വിഭാഗക്കാർക്കും, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരർ, അവിശ്വാസികൾ എന്ന് കരുതുന്ന വിഭാഗക്കാർക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം തന്നെയാണ്. അതിനാൽ തന്നെ ഒരു നിർലോഭമായിട്ടുള്ള പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രായേലിന് കൊടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. മാത്രമല്ല, വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ട അതിൽ പെട്ടുപോകുന്ന അനേകരുണ്ട് ഈ ലോകത്തിൽ. അതുമൂലം ജൂത വിരുദ്ധത ലോകത്ത് പടർന്ന് പന്തലിക്കുന്നു. ഹമാസിനെ വലിയ ഹീറോകളായി പലരും കാണുന്നു. ആ പ്രൊപ്പഗണ്ടയെ തച്ചുടയ്ക്കുവാനുള്ള ഒരു സമയമായിരിക്കുന്നു. അതിനാൽ തന്നെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ആ മുഖംമൂടി അഴിച്ചു മാറ്റി അതിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന് ശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കുവാൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.